ഷമീൽ ഖാൻ നമുക്കൊപ്പം ഉണ്ട്. ഷമീൽ ഖാൻ, താങ്കളെ ഏറ്റവും ഒടുവിൽ പോലീസ് സംഘം വിളിപ്പിച്ചിരുന്നു. താങ്കൾ അവിടെ പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ താങ്കൾക്ക് റെന്റേ കാർ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ആ നിലയ്ക്കല്ല വാഹനം കൊടുത്തതെന്ന താങ്കളുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്? ഇന്ന് രാവിലെ ഹലോ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇന്ന് രാവിലെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. ഹലോ, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, രാവിലെ അമ്പലപ്പുഴ സ്റ്റേഷനിൽ പോയിരുന്നു. വണ്ടി ആരാ കൊണ്ടുപോയെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ പറയും എൻ്റെ ഒരു പരിചയക്കാരനായ ഒരു സുഹൃത്താണ് കൊണ്ടുപോയത്. അപ്പോൾ എന്തിനു കൊടുത്തു എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ പയ്യനുമായിട്ട് എനിക്ക് ഒരു മാസത്തിന് മേളിലായിട്ടുള്ളൊരു പരിചയമുള്ളൂ എനിക്ക്, വണ്ടാനത്തിൽ വെച്ചുള്ള പരിചയം. അപ്പോൾ എനിക്ക് ചെറിയ ടൂ വീലറിൻ്റെ ബിസിനസ്സും ടൂ വീലറിൻ്റെ ചെറിയ മെക്കാനിക്സും ഒക്കെ ഉണ്ട്. സെക്കൻഡ് ടൂ വീലർ എടുത്ത് മറിച്ച് വിൽപ്പനയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും ഇതുപോലെ ടൂ വീലർ പഴയതെല്ലാം ഉണ്ടാകുന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഇന്നലെ ഇതുപോലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ വരികയും വീട്ടിൽ വന്നിട്ട് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. ഞാനത് വിളിക്കുന്ന സമയത്ത് ആലപ്പുഴയിലായിരുന്നു. ഒരു 8 മണിയോട് കൂടി ഞാൻ വീട്ടിലെത്തി. എന്നിട്ട് ഇവരെ എന്നെ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയ മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എന്നോട് പറഞ്ഞ് എനിക്ക് ചെറിയ ടൂ വീലർ സെക്കൻഡ് വല്ലതും വിൽക്കാനുണ്ടാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉടനെ നല്ലതായിട്ടൊന്നുമില്ല, 2 ദിവസത്തിനകം ഞാൻ വേണ്ടി എടുത്തു തരാം. അപ്പോൾ എനിക്ക് ഒരു ടൂ വീലർ വേണം, ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ എനിക്ക് ടൂ വീലറൊന്നും ഇല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഞങ്ങളൊരു 5-6 പേരുണ്ട്, ആലപ്പുഴയ്ക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ ഓർത്തിരിക്കുകയാണ്. നാളെ റെഡ് അലർട്ടാണ്, കോളേജൊക്കെ അവധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് അത്യാവശ്യമാണ്, ഞങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് തിരിച്ച് ഉടനെ വണ്ടി എത്തിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനേടാ, ഈ ചെറിയ പരിചയത്തിന് എങ്ങനെയാണ് വണ്ടി കൊടുത്തു വിടുന്നത് എന്ന് ചോദിച്ചു. ആരും പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ പരിചയം വരുന്ന, നമ്മൾ തമ്മിൽ എത്ര ദിവസത്തെ പരിചയമുണ്ട്, ഇക്കൊക്കെ എന്നെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു മോനെ ഒരു പരിചയമില്ല, അവൻ നിൻ്റെ മാത്രം കണ്ടുകൊണ്ട് എങ്ങനെയാണ് വണ്ടി കൊടുത്തു വിടുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇക്കൊക്കെ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടനെ വിളിച്ച് ചോദിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ ഫോണിൽ കൂടെ വിളിച്ചപ്പം ചേട്ടൻ തിരുവനന്തപുരത്ത് എൻജിനീയറിങ്ങിന് പഠിക്കുക. ചേട്ടൻ പറഞ്ഞ് വണ്ടി കൊടുത്തു വിട്ട് വയ്ക്കുക, കുഴപ്പമൊന്നുമില്ല, എൻ്റെ അനിയൻ തന്നെയാണ്, അവന് വണ്ടി ഓടിച്ച് നല്ല എക്സ്പെർട്ടാണ്, ലൈസൻസൊക്കെ ഉണ്ട്, എന്തുണ്ടെങ്കിലും ഞങ്ങൾ കൊടുത്തു വിട്ടോളാൻ പറഞ്ഞു. നല്ലോണം വണ്ടി ഓടിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ കൊടുത്തു വിട്ടതാണ്. രാത്രി തന്നെ വണ്ടി എത്തിക്കാമെന്നും പറഞ്ഞു. ഈ വണ്ടി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണോ? അതെ, എൻ്റെ പേരിലുള്ള വണ്ടി ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഫുൾ കണ്ടീഷൻ ആയിരുന്നോ? 2010 മോഡൽ ടവേരയാണ്. അത് സ്കിഡ് ചെയ്താണ് ആ ആക്സിഡന്റ് ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ വണ്ടിക്ക്? അതെ, ഇല്ല, വണ്ടി ബ്രേക്കായിട്ടൊക്കെ നല്ല കണ്ടീഷൻ വണ്ടിയായിരുന്നു. അപ്പോൾ സ്കിഡ് ചെയ്തത് പുതിയ ടയറാണെങ്കിൽ പോലും ആ റോഡ് മഴ നല്ല കുത്തിയൊലിക്കുന്ന മഴയായിരുന്നു. ആ മഴയുടെ സമയത്താണ് അവർ ഓട്ടത്തിൽ ബ്രേക്ക് ഔട്ട് വണ്ടി വളച്ച സമയത്ത് സ്കിഡ് ചെയ്തതാണ്. ഇത് റെന്റിനല്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. റെന്റിനല്ല കൊടുത്തതെന്ന് പറയുന്നു. അങ്ങനെ ആർക്കെങ്കിലും ഇടയ്ക്ക് ഈ വണ്ടി സഹായത്തിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പോലും കൊടുക്കാറുണ്ടോ? ഇല്ല, റെന്റിനായിട്ട് ഈ വണ്ടി ആരും കൊണ്ടുപോകാറില്ല. എനിക്ക് ഈ ടൂ വീലറുടെ ബിസിനസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, അപ്പം ഞാൻ ഇതും കൊണ്ട് ഇടയ്ക്ക് നടക്കാറുണ്ട്, അതേ ഉള്ളൂ. ഈ കുട്ടികൾ കുറച്ച് മാത്രം പരിചയമുള്ളവരാണല്ലോ, അവരവിടെ എത്തിയിട്ട് 1.5 മാസം മാത്രമേ ആകുന്നുള്ളൂ. ഇങ്ങനെ ഒരു വാഹനം കൊടുത്തു വിടാൻ വേണ്ടിയുള്ള പരിചയം അവരുമായിട്ടുണ്ടായിരുന്നു? അതെ, മൂന്ന് കുട്ടികൾ അവരുമായിട്ട് മിക്കവാറും വണ്ടാനത്തൊക്കെ വെച്ച് കാണാറുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇതുപോലെ പഴയ ടൂ വീലർ ഒരെണ്ണം വിലക്ക് വേണം, അപ്പോൾ അങ്ങനെ ടൂ വീലർ ഒരെണ്ണം വിലക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിചയം പിള്ളേരെ കണ്ടപ്പോൾ നല്ല വീട്ടിലെ പിള്ളേരായിട്ട് തോന്നി. ആ ഒരു അടുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നി.
ഈ ഓവർലോഡ് ഒരു കാരണമായി എന്നാണ് പറയുന്നത്. 7 പേർക്ക് കയറാവുന്ന വാഹനമാണ്, അതിൽ 11 പേർ ഉണ്ടായിരുന്നു. അവർ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എത്ര പേരാണ് സിനിമയ്ക്ക് പോകുന്നത്, എത്ര പേരാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു? എന്നോട് പറഞ്ഞത് 6 പേരുണ്ടെന്ന് പറഞ്ഞു. 6 പേർക്ക് ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകാനാണ്, പടം കഴിഞ്ഞ ഉടനെ വീട്ടിൽ തിരിച്ചെത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ വണ്ടിയും കൊണ്ട് പോണത്. പൈസ വല്ലതും തന്നോ കുട്ടികൾ? ഓ, പണം വല്ലതും തന്നോ വണ്ടി ഉപയോഗിക്കാൻ മേടിക്കുന്നതിന് പകരമായിട്ട്? ഇല്ല ഇല്ല ഇല്ല. പോലീസ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു? എന്തോ? പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു? ഹലോ, അപ്പോൾ ചേട്ടൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അതെ, വാപ്പ ഗൾഫിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ താങ്കളോട് അന്വേഷിച്ചിട്ടുണ്ട്? പോലീസിന് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്കറിയാവുന്നത്, എനിക്ക് സംഭവിച്ചമായ കാര്യങ്ങൾ ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവർക്കെതിരെ FIR എടുത്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. താങ്കൾക്കെതിരെ എന്തെങ്കിലും കേസെടുത്തിട്ടുണ്ടോ? നടപടികൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. ഈ കുട്ടികളുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഒരു സിനിമയ്ക്കൊക്കെ പോകുന്നതിന്റെ മൂഡിലാണ് അവസാനം കണ്ടത്. മഴയുണ്ടായിരുന്നു, അങ്ങനെ ഒരു യാത്രയ്ക്കൊക്കെ പറ്റിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അവരോട് അക്കാര്യം എന്തെങ്കിലും സൂചിപ്പിച്ചോ? അവരത് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് മഴ ആയതുകൊണ്ട് നാളെ ഇന്ന് ഇത് റെഡ് അലർട്ട് ആയതുകൊണ്ട് അവധിയാണ്, ഞങ്ങൾക്ക് ഇതുപോലൊരു ചാൻസ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് പോകാൻ ഉദ്ദേശിച്ചത്. അവധിയാണ്, റെഡ് അലർട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങളിന്ന് പോകാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് ഇതുപോലൊരു ചാൻസിന് കിട്ടുമെന്ന് അറിയില്ല. അപ്പം പിള്ളേരെ കണ്ടപ്പോൾ നല്ല പിള്ളേരായിട്ട് തോന്നി. മാത്രമേ എനിക്ക് എൻ്റെ അനിയന്മാരെ കണക്ക് തോന്നി, നല്ല പിള്ളേരായിട്ട് തോന്നി. ആലമ്പുള്ള ടീമായിട്ട് തോന്നിയിട്ടില്ല. ഈ കുട്ടികൾ വാഹനവുമായി വിടാൻ കാരണം ഇപ്പോൾ മോശം കാലാവസ്ഥ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം ഇതിനു മുൻപ് അപകടത്തിലോ മറ്റോ പെട്ടിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല ഇല്ല, ഞാൻ എടുത്തിട്ട് എൻ്റെ ഇതുവരെ അപകടത്തിൽ പെട്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയത് നല്ല രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് പോയത്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.